ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. മകേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പ്രേക്ഷകരെ, ഇന്ന് വളരെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ചികിത്സാ സഹായത്തിൻ്റെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ വീഡിയോസ് നിങ്ങൾ കൈവിടരുത്. സഹകരിക്കും എന്നുള്ള ഏകപ്രതീക്ഷയോടുകൂടി ഞാൻ ആ വീഡിയോയിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകരെ, പാലക്കാട് ജില്ലയിൽ മേലാർക്കോട് പഞ്ചായത്തിൽ 12-ാം വാർഡിലെ താമസിക്കുന്ന സൗമ്യ എന്ന 35-കാരിയായ ഒരു സഹോദരി 2 കിഡ്നിയും ഫെയിലിയറായി. അതിലെ ഒരു കിഡ്നിയെങ്കിലും താൽക്കാലികം മാറ്റിവെച്ച് അവരെ ജീവൻ രക്ഷിക്കാൻ അവരുടെ അമ്മ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് 3 മക്കളാണ്, അതായത് 3 പെൺമക്കൾ. അതിൽ ഏറ്റവും മൂത്ത മകളാണ് ഇവർ. അവർക്ക് 2 കുട്ടികളുണ്ട്. അവരുടെ ഭർത്താവ് അത്യാവശ്യം ഓട്ടോ ഓടിയാണ് ഉപജീവന മാർഗം കണ്ടത്. അപ്പോൾ അവർക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപ ചെലവ് വരികയാണ്. അത് കണ്ടെത്താൻ ഒരു മാർഗവുമില്ല അവർക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടായ്മയായി സഹകരിച്ച് ആ 25 ലക്ഷം കണ്ടെത്തി അവർക്ക് ആ കിഡ്നി ശസ്ത്രക്രിയ ചെയ്യുന്നതിനെ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോട് പ്രേക്ഷകരെ, ആ അമ്മയും ആ മകളും അവരുടെ ഭർത്താവും ആ 2 കുട്ടികളും നമുക്കൊന്ന് കാണാം. അവരുടെ സങ്കടാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സൗമ്യയുടെ അമ്മേനെയും അച്ഛനെയും ഇവിടുത്തെ നാട്ടു പ്രദേശികളും അതുപോലെ അംഗൻവാടി ടീച്ചേഴ്സ് മറ്റുള്ളവരെ എല്ലാവരെയും ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ സൗമ്യയുടെ ഒരു ഭർത്താവിൻ്റെ അനിയത്തി വളരെ സുഖമില്ലാത്ത ഒരു കുട്ടിയാണ്. നടക്കാനും അതെനിക്ക് പിക്സ് വന്ന് വീഴുകയും വർത്താനം പറയുകയോ ഒന്നുമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ അച്ഛനോടൊന്ന് സംസാരിക്കാം. അച്ഛാ, എന്താണ് എൻ്റെ പേര്? ചന്ദ്രൻ. എന്താ പണി ചെയ്യുന്നത്? വേറെ പല പണിക്കും പോകും. എല്ലാ പണിക്കും പോകും അല്ലേ? എന്താണ് സൗമ്യയെ കുറിച്ച് പറയാനുള്ളത്? നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അത്രേ ഉള്ളൂ. അതാണ് അച്ഛൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സഹായിക്കാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലേ? അമ്മ, എന്താണമ്മ അമ്മ പറയൂ. എന്റെ മകൾക്ക് നേരെയാക്കി തരണം, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു മുടക്കമില്ലാണ്ട്. എത്ര മക്കളാണ്? എനിക്ക് 4 ആള്. 4 ആള്. ഇത് എത്രാമത്തെ മോളാണ്? മൂന്നാമത്തെ കുട്ടിയാണ് അല്ലേ? പിന്നെ എന്താ അസുഖം? എന്താണ് കുട്ടിക്ക്? ആത്മരോഗം വീഴും, നോക്കിയിട്ട് ഒരു ഭേദമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന പ്രേക്ഷകർ ചിലപ്പം നമ്മളെ കൈവിടാണ്ട് കുടുംബത്തിന് അല്ലേ അമ്മ? ശരി, വിഷമിക്കണ്ട കേട്ടാ. ഇതെന്താ പറയാ? ഞാൻ ആശാ വർക്കറാണ് 12-ാം വാർഡിന്റെ. ഈ കുടുംബത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് അത്രേ പറയാനുള്ളൂ പ്രേക്ഷകരോട്. ഞാൻ ആശാ വർക്കറാണ് 12-ാം വാർഡിലെ. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ കാണുന്നവർ എല്ലാവരും സഹകരിക്കണം, സ്നേഹത്തോടെ നല്ല നന്മകളും ചെയ്യണം മാത്രം പറഞ്ഞു. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. ഈ സൗമ്യൻ്റെ കുടുംബത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് രക്ഷപ്പെടുത്തി അവർക്കൊരു ജീവിതം കൊടുക്കാൻ സഹായിക്കുക എല്ലാവരും. നാട്ടിന്റെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഞാൻ 12-ാം വാർഡിലെ ഹരിതകർമ്മസേനായി പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും ഈ സഹോദരിയുടെ വീട്ടിൽ വന്ന് അവരുടെ അവസ്ഥ നേരിട്ട് കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു വയ്യാത്ത സഹോദരി വേറെ ഒരാളും കൂടി ഇവിടെ ഉണ്ട്. എല്ലാ സുമനസ്സുകളുടെയും സഹായം വേണമെന്നാണ് എനിക്ക്. നല്ല മനസ്സിന് സ്വാഗതം. എന്താണ്? അതെ, ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. ഞാൻ ഞങ്ങളുടെ പരിസരവാസിയാണ്. ഞാൻ ഇവർക്ക് എല്ലാ സഹായങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെ ഞാൻ ഇവർക്ക് വേണ്ടി ഡൊനേറ്റ് ചെയ്താണ്. അവർക്ക് അറിയാം, ഇനി എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഈ പാവപ്പെട്ട കുടുംബത്തിനെ വളരെയധികം സാമ്പത്തിക സഹായം നൽകി സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഇനിയും ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യാനും തയ്യാറാണ്. ഈ സ്ഥലം വരെ ദാനം കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. കണ്ടില്ലേ, പറയാൻ അത്രയും സ്നേഹമുള്ള മഹാവ്യക്തികളാണ് നമ്മുടെ ഈ പരിസരവാസികൾ. ഇനി നമ്മുടെ മറ്റുള്ള പ്രേക്ഷകരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്താണ് പറയാനുള്ളത്? സൗമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ജനകീയ സമിതിയൊക്കെ എടുത്ത് ആ സമിതിയിലെ അംഗങ്ങളാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ഈ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരും ഈ സമൂഹത്തിലെ നല്ല സുമനസ്സുകളാണ് ഈ ചേച്ചിക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് സഹായിക്കേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയിലധികമാണ്. നമ്മുടെ ഒരു ജനകീയ കൂട്ടായ്മ കൊണ്ട് മാത്രം ഇത്രയും തുക ശേഖരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരും തീർച്ചയായിട്ടും അവരവർക്ക് കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായം ചെയ്യണം കൂടെ അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും മുന്നൊരു മെമ്പറാണ് പറഞ്ഞത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഓക്കെ, 2 കിഡ്നിയും നഷ്ടപ്പെട്ട നമ്മുടെ
ഒരു സഹോദരിയാണ് ഈ ഇരിക്കുന്നത്. ഈ സഹോദരിയുടെ അമ്മയാണ്, മകളാണ്. ഈ സഹോദരിക്ക് ഒരു കിഡ്നിയെങ്കിലും പെട്ടെന്ന് മാറ്റിവെച്ചില്ലെങ്കിൽ, ഒരു മാസത്തിനുള്ളിൽ മാറ്റിവെച്ച് ഈ ജീവൻ രക്ഷിക്കാൻ ഈ കാണുന്ന പ്രേക്ഷകർ ഈ നിരപരാധികളായ ഈ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി. എന്താണ് പേര്? സൗമ്യ. എത്ര വയസ്സായി? 35 വയസ്സായി. ഇത് എത്ര വർഷമായി ഈ അസുഖം തുടങ്ങിയിട്ട്? ആ ആ ഇപ്പൊ എവിടെയാണ് ഇത് ചികിത്സിക്കുന്നത്? കോഴിക്കോട് ഏത് ഹോസ്പിറ്റലാ? ഇക്രയ ഹോസ്പിറ്റൽ അല്ലേ? ഓ, ഇപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു? ആ ആ അപ്പം കിഡ്നി ഡൊണേറ്റ് രണ്ടും പോയില്ലേ? അപ്പോൾ ഒന്ന് അമ്മ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണ് ഇല്ലേ? ആ, അമ്മ എന്താണ് പറയുന്നത്? ഒരു പെറ്റമ്മയുടെ വിഷമം കണ്ടില്ലേ? കാരണം സ്വന്തം മകള് ജീവിക്കണം, ആ മകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ജീവൻ പകുതി കൊടുക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ്. പ്രേക്ഷകരെ കൈവിടരുതും. അതുപോലെ നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു കൗൺസിലിംഗ് കൂടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ഉണ്ട്. അതുപോലെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെയും കൂടി വിവരങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വാർഡ് മെമ്പറാണല്ലേ? എന്താണ് പേര്? ഓമന. എത്രാം വാർഡ്? 12ാം വാർഡ് ആണല്ലേ? ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാമ്പത്തികമായിട്ട് നിത്യജീവിതം കഴിയാൻ തന്നെ ഉപജീവന മാർഗമില്ലാതെ ഇരിക്കുന്നവരാണ്. അതിൽ സന്തോഷമായിട്ട് രൂപത്തിലേക്കാണ് കുട്ടികളും തോന്നലും. അച്ഛൻ, പ്രായമായ അച്ഛൻ, അമ്മ, ഒരു സഹോദരി, അച്ഛനോട് പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഇത് ഉപജീവന മാർഗം കഴിയാൻ തന്നെ അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഇപ്പോൾ അമ്മയ്ക്ക് 2 ഇതൊക്കെ കംപ്ലൈൻ്റായി. അവർക്ക് പിന്നെ ഇതൊക്കെ കൊടുക്കാൻ അവരുടെ അമ്മ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സൗമ്യയ്ക്ക് കുട്ടികളെ സംരക്ഷിക്കണം. അവർക്ക് മക്കൾക്ക് ഒരു അമ്മയായിട്ടിരിക്കണം. അതുപോലെ ആ അമ്മയ്ക്ക് ഒരു മകള്. തീർച്ചയായിട്ടും ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകര് ചിലപ്പം കൈവിടാണ്ട് പാവം ഈ കുടുംബത്തെ സംരക്ഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താ മാഡത്തിന് പറയാനുള്ള? മേലാർക്കോട് 4ാം വാർഡിലെ മെമ്പറാണ് സർ. ഈ കുടുംബത്തിനെ സഹായിക്കണം. കാരണം ഓട്ടോ ഓട്ടിച്ചിട്ട് ആണ് ഉപജീവന മാർഗം. വയസ്സായ അച്ഛനും അമ്മയും, വയ്യാത്തൊരു സഹോദരി, ഒരു മകൾ, വയ്യാത്തൊരു ഭാര്യ, എല്ലാം കൂടി ഒരു യുവാവ് കൊണ്ട് നടക്കുകയാണ്. അപ്പം അവർ ഏറ്റവും അർഹതപ്പെട്ടതാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് സൗമ്യയുടെ ഭർത്താവാണ് അല്ലേ? എന്താണ് പറയാനുള്ളത്? മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം. നമ്മൾക്ക് എനിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാറ്റി വയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഡേറ്റ് കിട്ടും സർജറിക്കായിട്ട്. എല്ലാവരും സഹായിക്കും. ഇളയ സഹോദരന്റെ വാക്കുകൾ കേട്ടല്ലോ. ആ കുഞ്ഞും മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ജീവിക്കണമെന്ന് ഒരുപാട് സ്വപ്നം കാണുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ജീവിതമുണ്ട്. ആ ജീവിതം എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ആ പെങ്ങൾക്കും അതേ കണക്ക് ആ മക്കൾക്കും ഒരു ജീവിതം തിരിച്ചു കിട്ടാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുമെന്നാണ് അവരുടെ ആ ഹൃദയം നിറഞ്ഞ മനസ്സ് വേദനിച്ച് പറയുന്നത്. സാറേ എന്താ സാർ പറയാനുള്ള? മുഖ്യമായി നിത്യവരുമാനമില്ലാത്ത 2 കുട്ടികളാണ്. ഏറ്റവും അതിന് ചെറുപ്പം, അതിന് 30 വയസ്സാണ്. ഈ ജീവിതം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പാടുപെടുന്ന ഒരു പ്രദേശത്തിൽ ഒരു ഭാവി ചെറുപ്പക്കാരാണ്. ഒരു കുടുംബത്തിൽ നിന്ന് വളരെ സുഖമില്ലാത്ത ആളുകളുണ്ട്. അതിന് സംരക്ഷിക്കുന്ന നാട്ടുകാരുടെ ഇവർക്ക് മൊത്തം ആളുകളുണ്ട് ഒരു കടമയാണ്. അതിന് സഹായം നൽകാൻ എല്ലാ ആളുകളും അടുത്തൊരു മനസ്സ് അവർക്കുണ്ടാകുമ്പോൾ അതിനുള്ള എല്ലാവിധ അനുകൂലങ്ങളും എടുത്തിട്ട് അതിന് ഏറ്റവും പെട്ടെന്ന് സഹായം നൽകി അവരുടെ ജീവിതം നിലനിൽക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ്മയായ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ചെറിയൊരു ഓടിട്ട വീടാണ്. വളരെ കഷ്ടത്തിൽ കഴിയുന്ന ഈ ഒരു കുടുംബമാണ്. പ്രേക്ഷകരെ
ഇത് കൈവിടാണ്ട് മാക്സിമം എല്ലാ കൈകളിലേക്ക് എത്തിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ വിരൽത്തുമ്പുകൾ നമ്മുടെ ഈ കുടുംബത്തിനൊരു കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷയോടുകൂടി പറയാൻ വാക്കുകളില്ല. വളരെ സങ്കടാവസ്ഥയാണ്, പറയാൻ വാക്കുകളില്ല. എനിക്കേ സങ്കടം വരുന്നു, കണ്ടിട്ട് ഭയങ്കര ദുഃഖം വരുന്നു. കാരണം ഓരോരുത്തരും സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോട് പ്രേക്ഷകരെ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ക്യാമറമാൻ സുകുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.